മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 ബജറ്റ് അവതരണം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. 13,89,1643 രൂപ വരവും 11,24,94,000 രൂപ ചെലവും 2,64,07,643 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഇ ബിന്ദു അവതരിപ്പിച്ചത്. കൃഷിയും അനുബന്ധ മേഖലകൾക്കും പ്രാധാന്യം നൽകിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. മഞ്ഞൾ ഗ്രാമം പദ്ധതിക്ക് 1,63,000 രൂപയും സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്ക് 3,43,200 രൂപയും കാർഷിക വിപണന മേളയ്ക്ക് 9 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. മൃഗസംരക്ഷണവും ക്ഷീരവികസനത്തിനും 58,25,000 രൂപയും ആരോഗ്യമേഖലയ്ക്ക് 1,44,21,760 രൂപയും വകയിരുത്തിയ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഇ ബിന്ദു അവതരിപ്പിച്ചത്. മൃഗസംരക്ഷണവും ക്ഷീരവികസനവും കാർഷിക മേഖലയുടെ ഉപവിഭാഗമായ കന്നുകാലി വികസനം ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ച് വനിതാ കർഷകർ, ഭൂരഹിത കർഷകർ എന്നിവർക്ക് ലാഭകരമായ തൊഴിൽ നൽകുന്നതോടൊപ്പം പോഷക ഗുണമുള്ള ആഹാരം പ്രദാനം ചെയ്യുന്നു. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി പാലിന് സബ്സിഡി, കാലിത്തീറ്റ വിതരണം എന്നീ പ്രൊജക്ടുകൾക്ക് തുക വകയിരുത്തുന്നുണ്ട്. ഫെർട്ടിഗേഷൻ വാൻ, മിനി ഡയറി ഫാം എന്നീ ആധുനികവൽക്കരണത്തിനായുള്ള പ്രൊജക്ടും ഈ വർഷം ഏറ്റെടുക്കുന്നുണ്ട്. ആകെ വകയിരുത്തുന്നത് 58,25,000, ഫെർട്ടിഗേഷൻ വാൻ 6,25,000, കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം 22 ലക്ഷം, പാലിന് സബ്സിഡി നൽകൽ 11,50,000, മിനി ഡയറി ഫാം 12,50,000. ഉൽപാദന മേഖല, ആരോഗ്യം, ഭവന പാർപ്പിടം, കുട്ടികൾ, ഭിന്നശേഷി, വയോജന മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതായിരുന്നു ബജറ്റ്. ചടങ്ങിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ബിജു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ.വി. പ്രസീത സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീധരൻ സംഘമിത്ര, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാരിസ് പടന്നോട്ട, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി.കെ. പത്മജ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി.പി. ഷൈജ, സി.കെ. റസീന, ടി.വി. ഷമീമ, കെ. ഗിരീശൻ, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആർ.കെ. നിഷ, കെ.സി.പി. ഫൗസിയ, കെ.വി. ജയരാജൻ, ടി.സി. അക്ഷയ, ടി.പി. റുസീന ടീച്ചർ, എ.പി. ഫൽഗുനൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കരക്കൽ. കരുതലിന്റെ സ്നേഹസ്പർശം. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.